എല്ലാവർക്കും നമസ്കാരം. ചെമ്പനീർ പൂവ് സീരിയലിന്റെ ഇനി വരുന്ന ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും വിവാഹ വാർഷികവും ഒക്കെ അടുക്കുകയാണ്. അപ്പം ആ ഒരു ഫംഗ്ഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവരെല്ലാവരും തമ്മിൽ സംസാരമൊക്കെയാണ്. അപ്പം എന്തായാലും കേക്കും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ശ്രുതിയും വർഷയും എല്ലാവരും കൂടെ അത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം വിവാഹ വാർഷികം ആയതുകൊണ്ട് തന്നെ ചെറുക്കനെയും പെണ്ണിനെയും പറ്റിയിട്ട് നമ്മുടെ കുടുംബത്തുള്ള ആൾക്കാർക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം വർഷ ഒരുക്കി കൊടുക്കുകയാണ്. അപ്പം ഇവരിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത്രയും കാലവും സച്ചിയുടെയും രേവതിയുടെയും ജീവിതം കണ്ടത് വെച്ച് നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് വർഷ ഓരോരുത്തരോടായി ചോദിക്കുകയാണ്. അപ്പം നമ്മുടെ ശ്രുതിയോട് ചോദിച്ചപ്പം ശ്രുതിയാണെങ്കിലോ ഏത് സമയവും മുന്നും പിന്നും ഒന്നും നോക്കാതെ ഇവൻ ഇങ്ങനെ ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിട്ട് നടക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ ഇനി എന്നാണ് നിങ്ങൾ നല്ല രീതിയിൽ സന്തോഷമായിട്ട് ജീവിക്കുന്നത്? ഇപ്പതാ 1 വർഷം ആകാൻ പോകുന്നു. ഇനിയെങ്കിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോയിക്കൂടെ എന്നുള്ള ഒരു അഡ്വൈസ് കൊടുക്കുകയാണ്. അപ്പം അവളുടെ ആ ഒരു ഊഴം കഴിഞ്ഞു. പിന്നീടാണെങ്കിലോ നമ്മുടെ സുധിയുടെ അടുത്ത് വർഷ ചെന്ന് സംസാരിക്കുകയാണ്. അതെ, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം ആയെങ്കിലും നമ്മുടെ സച്ചിയെയും രേവതിയെയും കുറിച്ച് സുധിയേട്ടൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുമ്പം അതെ, ഞാൻ കാരണമാണ് ഇവരിങ്ങനെ ഇന്ന് സന്തോഷിച്ച് നിൽക്കുന്നത്. ഞാൻ ആ മണ്ഡപത്തിൽ നിന്നും ഇറങ്ങിപ്പോയില്ലായിരുന്നെങ്കിൽ ഇപ്പം ഇങ്ങനെയുള്ളൊരു സന്തോഷം ഇവർക്ക് ആഘോഷിക്കാൻ പറ്റുമായിരുന്നു എന്നും പറഞ്ഞ് എന്തോ വലിയൊരു മഹാകാര്യം ചെയ്തതുപോലെ നമ്മുടെ സുധി അങ്ങനെ സ്ഥാപിച്ചെടുക്കുക. അപ്പം ഇത് കേട്ടതും സച്ചിയാണെങ്കിലോ എടാ, നീ അന്ന് ചെയ്തതാണ് സംഭവമൊക്കെ ശരിയാണ്, അത് ഞാൻ അനുഭവിക്കേണ്ടതുമായിരുന്നു. പിന്നെ ഇപ്പൊ എനിക്ക് അത് ആലോചിക്കുമ്പോഴത്തേക്കിനും ഒരു തരി പോലും വിഷമം ഇല്ലാന്നും പറഞ്ഞ് സച്ചി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ രേവതി ആണെങ്കിലും സച്ചിയുടെ സന്തോഷം കണ്ടിങ്ങനെ ചിരിച്ചു നിൽക്കുകയാണ്. പിന്നീട് സുധി പറയുന്നുണ്ട്, ഞാൻ കാരണമാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യുമ്പോഴും എന്നെക്കുറിച്ച് ഒരു ആലോചനയൊക്കെ ഉള്ളത് നല്ലതാണ്. സച്ചി, നിന്നെ പോലെ പഠിപ്പും വിദ്യാഭ്യാസവും അതുപോലെ തന്നെ നല്ലൊരു ജോലിയൊന്നും ഇല്ലാത്ത ഒരുത്തനെ അവള് സഹിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കാര്യമായിട്ട് ഈ പുള്ളി ഇങ്ങനെ ഡയലോഗ് അടിച്ചുകൊണ്ട് നിൽക്കുമ്പം അതെ, ശരിക്കും പറഞ്ഞാലും ഞങ്ങൾക്ക് ആശംസ പറയാനല്ലേ ഇവിടെ പറഞ്ഞത്, അല്ലാതെ ഞങ്ങളെ കുറ്റം പറയാനല്ലല്ലോ എന്നും പറഞ്ഞ് സച്ചി കളിയാക്കുകയാണ് സുധിയെ. അപ്പം രവി ആണെങ്കിലോ എൻ്റെ പൊന്നു സുധി, നീ നിർത്ത്, ഇത്രയും പറഞ്ഞത് തന്നെ ധാരാളമാണെന്നും പറഞ്ഞ് സുധിയോട് നിർത്താൻ പറഞ്ഞു രവി. പിന്നീടാണെങ്കിലോ അച്ഛൻ്റെ ഊഴം വന്നപ്പം രവി പറയാണ്, ഞാൻ ചെയ്തതിൽ വെച്ച് ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ് സച്ചിയുടെയും രേവതിയുടെയും വിവാഹം. അന്ന് അങ്ങനെയുള്ളൊരു തീരുമാനം എടുത്തതിൽ ഒരിക്കലും ഞാൻ സങ്കടപ്പെടുന്നൊന്നും ഇല്ലാന്നും പറഞ്ഞ് രവി ഇങ്ങനെ കാര്യങ്ങളൊക്കെ വീണ്ടും ആലോചിക്കുകയാണ്. എൻ്റെ ഒരു കൈപ്പിഴവ് കൊണ്ട് മാത്രമാണ് രേവതിയുടെ അച്ഛൻ അങ്ങനെ ഒരു അപകടം സംഭവിച്ചതെന്നും അതുമൂലം തനിക്ക് നല്ലൊരു മരുമകളെ കിട്ടിയെന്നും ഒക്കെ പറയുമ്പോഴത്തേക്കിനും രേവതിയുടെ അമ്മയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ലക്ഷ്മി അമ്മയുടെ കണ്ണുകളൊക്കെ നിറയുകയാണ്. പിന്നീടാണെങ്കിലോ ഇനി ചന്ദ്രാമ്മയുടെ ഊഴമാണെന്നും പറഞ്ഞ് വർഷ ചന്ദ്രയോട് കാര്യങ്ങൾ ചോദിക്കുക. അപ്പൊ ചന്ദ്രമതി ആണെങ്കിലോ എന്തൊക്കെ വന്നാലും മുത്തശ്ശി വളർത്തിയ ചെറുക്കനാണല്ലോ, അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള സകല ഗുരുത്തക്കേടും സച്ചിക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ ആണെങ്കിൽ ഒരു പൊടിക്ക് അവൻ ഒതുങ്ങിയിട്ടുണ്ട്. എങ്ങനെയാണോ ഇവർ ഇന്ന് വഴക്കാണെങ്കിൽ നാളെ സ്നേഹമായിരിക്കും. ആ രീതിയിലാണ് സച്ചിയും രേവതിയും ഒക്കെ മുന്നോട്ട് പോകുന്നത്. പിന്നെ ഒന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല, ചേരുമ്പടിയല്ലേ ചേരുള്ളൂ. ഒരു പൂക്കാരിക്ക് എന്തുകൊണ്ടും അനുയോജ്യനായിട്ടുള്ളത് ഒരു കാർ ഡ്രൈവർ തന്നെയാണെന്നും പറഞ്ഞ് വളരെ മോശമായിട്ട് ഇവരിങ്ങനെ അടിച്ചിരുത്തുന്ന രീതിയിൽ നമ്മുടെ ചന്ദ്രമതി സംസാരിച്ചു. അതിനുശേഷമാണെങ്കിലോ നമ്മുടെ മുത്തശ്ശിയുടെ ഊഴമായി. മുത്തശ്ശിയാണെങ്കിലോ എൻ്റെ മോനെ ഞാൻ അത്രയും പൊന്നുപോലെയാണ് വളർത്തിക്കൊണ്ട് വന്നത്, അത് ഒരച്ഛമ്മയുടെയും അമ്മയുടെയും അച്ഛൻ്റെയും ഒക്കെ സ്നേഹം കൊടുത്തിട്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ മോൻ രേവതിയെ പൊന്നുപോലെ നോക്കുമെന്നുള്ളൊരു വിശ്വാസം അത് എനിക്കുള്ളത് കൊണ്ട് തന്നെയാണ് സുധിയായിട്ടുള്ള വിവാഹം മുടങ്ങിയ സമയത്ത് രേവതിയെ തന്നെ ഞാൻ സച്ചിക്ക് വേണ്ടി ആലോചിച്ചത് എന്ന് പറഞ്ഞ് മുത്തശ്ശി ഇവർക്ക് നല്ല മംഗളങ്ങൾ വരട്ടെ എന്നും പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പം ഇതൊക്കെ കേട്ട് എല്ലാവരും ഇങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പം ഇനി അടുത്തത് ശ്രീകാന്ത് പറയട്ടെ എന്ന് പറഞ്ഞു. എൻ്റെ ചേട്ടനെ മിക്കവാറും ദിവസങ്ങളിൽ വഴക്കിട്ടും വെള്ളം അടിച്ചുമൊക്കെയാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് എൻ്റെ ചേട്ടൻ ശരിക്കും സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത്. അപ്പം എനിക്കതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഫുൾ ക്രെഡിറ്റും എൻ്റെ ഏട്ടത്തിയമ്മയ്ക്കാണെന്നും പറഞ്ഞ് ശ്രീകാന്ത് പറഞ്ഞു. അതുപോലെ തന്നെ വർഷയുടെ ഊഴം വന്നപ്പോൾ വർഷയും പറയുന്നുണ്ട്, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും നല്ലൊരാൾക്കാരെ. പിന്നെ ഒരേ ഒരു അഡ്വൈസേ ഉള്ളൂ, ഇങ്ങനെയൊക്കെ വഴക്കിട്ട് നടക്കുന്ന സച്ചിയേട്ടനെ മാറ്റിയെടുക്കാനായിട്ട് രേവതി ചേച്ചിക്ക് പറ്റുമെന്നും പറഞ്ഞ് അവളും അങ്ങനെ ഒരു ഉപദേശം കൊടുത്തു. വർഷയാണെങ്കിലും എൻ്റെ ചേച്ചിയാണ് എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ഫുഡുകളൊക്കെ ഉണ്ടാക്കി തരുന്നതെന്ന് പറഞ്ഞ് അവൾക്കൊരു ഉമ്മയും ഒക്കെ കൊടുത്തു. അപ്പം എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ഇനി ചെറുക്കനും പെണ്ണിനും എന്താ പറയാനുള്ളതെന്ന് വർഷ ചോദിച്ചു.
അപ്പൊ നമ്മുടെ സച്ചിയാണെങ്കിലോ, ഇത്രയും കാലം ഞാൻ വെറുതെ ഒരു ജീവിതമായിരുന്നു ജീവിച്ചിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ കല്യാണ മണ്ഡപത്തിൽ വെച്ച് പോലും ഞാൻ വിചാരിച്ചത് ഈ കല്യാണം നടക്കരുത് എന്ന് തന്നെയാണ്. പിന്നെ ഇതെന്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ട കാര്യമാണെന്നും എൻ്റെ അച്ഛനും അതുപോലെ തന്നെ അച്ഛമ്മയും കൂടി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അതെനിക്ക് മോശമായിട്ട് വരില്ല എന്നുള്ളതും അതെൻ്റെ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ഞാൻ രേവതിയുടെ കഴുത്തിൽ താലി കെട്ടിയത്. എന്തായാലും ആ വിശ്വാസമൊക്കെ ആദ്യമൊക്കെ ഒന്ന് പൊരുത്തപ്പെട്ടു പോകാൻ പ്രയാസമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പൊ ഞങ്ങൾ പിരിയാൻ പറ്റാത്ത വിധം അത്രയധികം സ്നേഹത്തിലാണ്. ഈ ജന്മത്തിലല്ല, ഇനി വരുന്ന 7 ജന്മത്തിലും രേവതി തന്നെ ആയിരിക്കണം എൻ്റെ ഭാര്യയെന്നും പറഞ്ഞ് സച്ചി ഇങ്ങനെ പറഞ്ഞു. ഒരമ്മയുടെ സ്നേഹവും അതുപോലെ തന്നെ ഒരു ഭാര്യയുടെ സ്നേഹവും ഒരു മകളുടെ കരുതലും അങ്ങനെയൊക്കെ എല്ലാ രീതിയിലും ഇവൾ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സച്ചി രേവതിയെ പുകഴ്ത്തി പറയുമ്പം രേവതിക്ക് വലിയ സന്തോഷമൊക്കെ ആയി. ഇനി രേവതി ചേച്ചിക്ക് എന്താ പറയാനുള്ളതെന്ന് വർഷ ചോദിച്ചു. അപ്പൊ രേവതി ആണെങ്കിലോ, എനിക്കും ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചത് എൻ്റെ ജീവിതം നശിച്ചു പോയെന്ന് തന്നെയാണ്. പിന്നെ ഇപ്പോഴാണ് എനിക്ക് ശരിക്കും മനസ്സിലായത്, ഇത്രയും നല്ലൊരു ഭർത്താവിനെ എനിക്ക് സമ്മാനിച്ച എൻ്റെ അമ്മയ്ക്കും അതുപോലെ എൻ്റെ അമ്മായിയച്ഛനും ഒരുപാട് നന്ദിയുണ്ടെന്നും പറഞ്ഞ് അവൾ ഇങ്ങനെ വീണ്ടും സംസാരിച്ചു. അതെ, എനിക്ക് എന്താ പറയണ്ടേന്ന് അറിയില്ല, അത്രമാത്രം എനിക്ക് സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് ഇനി ഒരു കുഞ്ഞുണ്ടായാൽ എൻ്റെ ആദ്യത്തെ കുഞ്ഞ് എന്നും സച്ചി തന്നെ ആയിരിക്കുമെന്നും പറഞ്ഞ് ഒരു കമന്റ് കൂടി അവൾ ഇങ്ങനെ പറഞ്ഞു. ഇത് കേൾക്കുന്ന സമയത്ത് സച്ചിക്ക് വലിയ സന്തോഷമായിട്ടോ. അപ്പൊ ചന്ദ്രമതി ആണെങ്കിലോ, ഇനിയിപ്പോ അതിന്റെ ഒരു കുറവും കൂടിയേ ഉള്ളൂ എന്നുള്ള രീതിയിൽ അവിടെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ്. പിന്നീടാണെങ്കിലോ, എനിക്ക് ഒരേ ഒരു സങ്കടമേ ഉള്ളൂ. ആ ഒരു സങ്കടം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഇങ്ങനെയൊക്കെ ആയിത്തീരാൻ ഒരു കാരണമുണ്ട്. ആ കാരണം ഇതുവരെ ഇത്രയും നാളായിട്ടും എന്നോട് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടില്ല. എന്നാണോ അദ്ദേഹം ആ കാരണം എന്നോട് തുറന്നു പറയുന്നത്, ആ ദിവസമായിരിക്കും ശരിക്കും പറഞ്ഞാൽ പൂർണ്ണമായി ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയായെന്ന് അദ്ദേഹം അംഗീകരിക്കുന്ന ദിവസമെന്നും പറഞ്ഞ് അവൾ അങ്ങനെ ഒരു കാര്യം പറഞ്ഞു. അപ്പൊ സച്ചിയാണെങ്കിൽ ഒരു നിമിഷം ഇങ്ങനെ ആലോചിച്ചു, തന്റെ ജീവിതത്തിൽ തന്റെ കുട്ടിക്കാലത്ത് സംഭവിച്ച ആ ഒരു ദുരന്തം. അത് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ സുധിയാണെങ്കിലും ചന്ദ്രമതി ആണെങ്കിലും മുത്തശ്ശി ആണെങ്കിലും ഒക്കെ ഇങ്ങനെ ആലോചിച്ചു, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സച്ചി ഒരു തെറ്റുകാരനെ അല്ല, സച്ചിയെ പോലെ നന്മയുള്ള ഒരുത്തനെ ഈ സുധി എന്ന് പറയുന്ന കാർക്കോടകൻ ചതിച്ചതാണ് എന്നുള്ള കാര്യം ആ വീട്ടിലെ മറ്റെല്ലാവർക്കും അറിയാം. പക്ഷെ രേവതിക്ക് മാത്രം അതിന്റെ സത്യാവസ്ഥയൊന്നും അറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നെങ്കിലും എൻ്റെ ഭർത്താവ് എന്നോട് എല്ലാം തുറന്നു പറയും എന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ അവള് നിൽക്കുകയാണ്. അപ്പൊ ഈ ഫംഗ്ഷൻ ഇവിടെ ഇങ്ങനെ പൊടിക്കുന്ന സമയത്താണെങ്കിലോ അങ്ങോട്ടേക്ക് ശരത്ത് വരികയാണ്. ശരത്തിനെ കണ്ടതും നമ്മുടെ ലക്ഷ്മിയമ്മയും അതുപോലെ ദേവവും കൂടി ടെൻഷൻ അടിച്ചു. ഇവൻ എന്തെങ്കിലും വിഷയം ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരികയാണോ എന്നുള്ള രീതിയിൽ. അപ്പം ശരത്തും നമ്മുടെ സച്ചിയും തമ്മിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് മറ്റൊരു എപ്പിസോഡിലൂടെ പറയാം. ഇപ്പോൾ എന്തായാലും വൈൻഡപ്പ് ചെയ്യാണ്. എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്